ഭാരതത്തിന്റെ പ്രതിരോധ ചരിത്രത്തിൽ സുവർണ അക്ഷരങ്ങളാൽ എഴുതപ്പെടേണ്ട ദിനം. പതിറ്റാണ്ടുകളായി വിദേശ വിമാനങ്ങൾക്കായി കൈനീട്ടിയിരുന്ന ഇന്ത്യ ഇന്ന് ലോകത്തിനു മുന്നിൽ തല ഉയർത്തി നിൽക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിശ്ചയദാർഢ്യവും ആത്മനിർഭർ ഭാരത് എന്ന സ്വപ്നവും പൂവണിയുന്ന കാഴ്ചയ്ക്കാണ് ഗുജറാത്തിലെ വഡോദര സാക്ഷ്യം വഹിച്ചത്. ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലിമിറ്റഡിന്റെ പ്ലാന്റിൽ നിന്നും തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ C-295 സൈനിക വിമാനം പുറത്തിറങ്ങിയിരിക്കുന്നു. ഇത് കേവലം ഒരു വിമാനമല്ല, മറിച്ച് ആഗോള പ്രതിരോധ ഭൂപടത്തിൽ ഭാരതം ഇനി ആരെയും ആശ്രയിക്കില്ലെന്ന ഉറച്ച പ്രഖ്യാപനമാണ്. സൈനിക വിമാനങ്ങൾ നിർമ്മിക്കുക എന്നത് സ്വകാര്യ മേഖലയ്ക്ക് അസാധ്യമെന്ന് കരുതിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ടാറ്റയും എയർബസും കൈകോർത്തതോടെ വിദേശ രാജ്യങ്ങളിൽ മാത്രം കണ്ടിരുന്ന ആ അത്യാധുനിക സാങ്കേതിക വിദ്യ ഇന്ന് നമ്മുടെ മണ്ണിലെത്തിയിരിക്കുന്നു. 21,935 കോടി രൂപയുടെ ഈ ബൃഹത്തായ കരാർ വഴി 56 വിമാനങ്ങളാണ് വ്യോമസേനയ്ക്ക് ലഭിക്കുക. ഇതിൽ 16 സ്പെയിനിൽ നിന്ന് എത്തിയപ്പോൾ ബാക്കി 40 വഡോദരയിലെ ഈ പ്ലാന്റിലാണ് പിറവിയെടുക്കുന്നത്. ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ 75% ഭാഗങ്ങളും തദ്ദേശീയമായാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നതാണ്. 13,000-ലധികം ചെറുകിട ഭാഗങ്ങൾ ഇന്ത്യയിലെ വിവിധ MSME യൂണിറ്റുകളിൽ നിന്നാണ് സമാഹരിക്കുന്നത്. ഇത് 10,000-കണക്കിന് യുവാക്കൾക്ക് തൊഴിലവസരം നൽകുന്നതിനൊപ്പം രാജ്യത്തിന്റെ സാമ്പത്തിക വ്യൂഹത്തിന് വലിയ കരുത്താകുകയും ചെയ്യുന്നു. ഇന്ത്യൻ വ്യോമസേനയുടെ പക്കലുള്ള പഴയ അവ്രോ വിമാനങ്ങൾക്ക് പകരക്കാരനായാണ് C-295 എത്തുന്നത്. സൈനികരെ അതിവേഗം യുദ്ധമുഖത്തെത്തിക്കാനും അതിർത്തിയിലെ ദുർഘടമായ പാതകളിൽ പോലും ലാൻഡ് ചെയ്യാനും ഇതിന് സാധിക്കും. 9 ടൺ വരെ ഭാരം വഹിക്കാൻ ശേഷിയുള്ള ഈ വിമാനത്തിന് 71 സൈനികരെയോ അല്ലെങ്കിൽ 49 പാരഷൂട്ട് ഭടന്മാരെയോ ഒരേ സമയം ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാം. ചൈനയുമായും പാകിസ്ഥാനുമായും അതിർത്തി പങ്കിടുന്ന ഹിമാലയൻ മേഖലകളിൽ ഇന്ത്യയുടെ സൈനിക നീക്കം ഇനി അതീവ വേഗത്തിലാകും. രാത്രിയും പകലും ഒരുപോലെ പ്രഹരശേഷിയുള്ള ഇതിന്റെ ആധുനിക സെൻസറുകളും മിഷൻ കമ്പ്യൂട്ടറുകളും ശത്രുക്കളുടെ ചലനങ്ങൾ നിമിഷങ്ങൾക്കുള്ളിൽ ഒപ്പിയെടുക്കും. മുൻപ് പ്രതിരോധ ഇടപാടുകൾ അഴിമതിയുടെയും കാലതാമസത്തിന്റെയും പര്യായമായിരുന്നെങ്കിൽ ഇന്ന് സ്ഥിതി മാറി. വഡോദരയിലെ ഈ പ്ലാന്റ് വെറും 2 വർഷം കൊണ്ടാണ് പൂർണ്ണ സജ്ജമായത്. ഈ വിമാന നിർമ്മാണശാല ഇനി ഇന്ത്യക്ക് വേണ്ടി മാത്രമല്ല, ലോകരാജ്യങ്ങൾക്ക് വേണ്ടിയും വിമാനങ്ങൾ നിർമ്മിക്കാനുള്ള ശേഷി കൈവരിക്കും. പ്രതിരോധ കയറ്റുമതിയിൽ ഇന്ത്യ ഒരു പുതിയ റെക്കോർഡിലേക്ക് കുതിക്കുകയാണ്. ആകാശത്തും ഭൂമിയിലും സമുദ്രത്തിലും ഭാരതം അജയമായി തുടരുമെന്നതിന്റെ സാക്ഷ്യപത്രമാണ് വഡോദരയിൽ നിന്ന് പറന്നുയരാൻ തയ്യാറെടുക്കുന്ന ഈ മെയ്ഡ് ഇൻ ഇന്ത്യ കരുത്തൻ. വരും വർഷങ്ങളിൽ സിവിക് ഏവിയേഷൻ രംഗത്തേക്കും ഈ നിർമ്മാണ വൈദഗ്ധ്യം വ്യാപിക്കുന്നതോടെ ഇന്ത്യ ലോകത്തിന്റെ വിമാന നിർമ്മാണ ഹബ്ബായി മാറും.